അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ്. അതിൻ്റെ ബേസിക്സ് ആണ് പറയുന്നത്. ഫീച്ചർ എഞ്ചിനീയറിംഗ് ഈസ് എ ആർട്ട് ഓഫ് ടേണിംഗ് റോ ഡാറ്റ ഇൻ ടു യൂസ്ഫുൾ ഡാറ്റ ഫോർ മെഷീൻ ലേണിംഗ് മോഡൽസ്. അതായത് മെഷീൻ ലേണിംഗിൽ റോ ഡാറ്റ ഡയറക്റ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായി വർക്ക് ചെയ്തില്ല. അതിനെ ക്ലീൻ ചെയ്യാനും പിന്നെ ട്രാൻസ്ഫോർ ചെയ്യാനും ആൻഡ് മീനിങ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോളോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഫീച്ചർ എഞ്ചിനീയറിംഗ് നോക്കാം. ഇപ്പോൾ ചില അൽഗോരിതംസ് ഉണ്ട്, വെരി പവർഫുൾ ആണ്, ലൈക്ക് ന്യൂറൽ നെറ്റ്വർക്ക്, റാൻഡം ഫോറസ്റ്റ്, SVM. ബട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ പെർഫോം ചെയ്യില്ല. ഇപ്പോൾ പുവർ ക്വാളിറ്റി ഡാറ്റ കൊടുത്താൽ ബെസ്റ്റ് അൽഗോരിതം യൂസ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഡാറ്റ സയൻസ് എക്സ്പേർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡലിൻ്റെ പെർഫോമൻസ് ഒരു 70% ഫീച്ചർ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ബാക്കി വരുന്ന 30% ആണ് അൽഗോരിതം സെലക്ഷനും പാരാമീറ്റർ ട്യൂണിങ്ങും ആയിട്ട് വരുന്നത്. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൗസ് പ്രൈസ് പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോ മെറ്റീരിയൽ ആയിട്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് നമ്പർ ഉണ്ട്, പിന്നെ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിറൈവ്ഡ് ഫീച്ചേഴ്സ് ആയിട്ട് ഇപ്പോൾ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്, ഡിസ്റ്റൻസ് ഫ്രം സിറ്റി സെൻറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുത്താൽ നമുക്ക് ആ ഒരു മോഡലിനെ കൂടുതൽ ആക്യുറസി കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് മെഷീൻ ലേണിംഗിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് മിക്സിംഗ് വാല്യൂസ് ആണ്, പിന്നെ എൻകോഡിംഗ് കാറ്റഗറിക്കൽ വേരിയബിൾസ്, പിന്നെ വരുന്നതാണ് ഫീച്ചർ സ്കെയിലിംഗ് ആൻഡ് നോർമലൈസേഷൻ, പിന്നെ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആൻഡ് ഫീച്ചർ സെലക്ഷൻ. ഇതിൽ ഓരോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചർ ഹാൻഡ്ലിംഗ് മിസ്സിംഗ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിയൽ ഒരു വേൾഡിൽ ഡാറ്റ സെറ്റിൽ നെൽ വാല്യൂ ഓർ മിസ്സിംഗ് ഡാറ്റ ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടൈറ്റാനിക് ഷിപ്പിൻ്റെ ഒരു ഡാറ്റ സെറ്റാണ് നോക്കുക. അപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ ഏജ് ഡാറ്റ ഇതിലില്ല. ആ ഒരു കേസിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുക, മീനും മീഡിയൻ മോഡ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിനെ റീപ്ലേസ് ചെയ്യുക. അതല്ല ഇതിങ്ങനെ തീരെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മൊത്തം ഡാറ്റ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് വരുന്നതാണ് എൻകോഡിംഗ് കാറ്റഗറിക്കൽ വേരിയബിൾസ്. അപ്പോൾ അൽഗോരിതംസ് നമ്പേഴ്സ് മാത്രം മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുക. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചാൽ ജെൻഡർ ഡാറ്റ സെറ്റിൽ മെയിൽ ഓർ ഫീമെയിൽ 2 ജെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മെയിലിന് 0യും ഫീമെയിലിനെ 1ഉം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് എൻകോഡിംഗ് കാറ്റഗറിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ ഡാറ്റ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റേനെ പറയുന്നത് വൺ ഹോട്ട് എൻകോഡിംഗ് എന്ന മെത്തേഡ് വെച്ചിട്ടാണ് കുറേ ഡാറ്റേനെ നമ്മൾ ഇത് ചെയ്യുക. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു കൺട്രിയുടെ ഡാറ്റ എടുക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ, UK, USA പറഞ്ഞിട്ട് കുറേ കൺട്രീസ് ഉണ്ട്. ഇതിനെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡാറ്റ ആക്കിയിട്ട് ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യക്ക് 1 കൊടുക്കുക, അതായത് S1ഉം No 0 ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ S ഉള്ള കേസിൽ 1 കൊടുക്കുക, No ആണെങ്കിൽ 0 ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പാണ് ഫീച്ചർ സ്കെയിലിംഗ് ആൻഡ് നോർമലൈസേഷൻ. അപ്പോൾ ഈ ഡാറ്റ സെറ്റിൽ വാല്യൂ ഡിഫറെൻറ്റ് റേഞ്ചിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാക്സ് ആയിട്ട് നോക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് 20 അല്ലെങ്കിൽ 50 ഈ റേഞ്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇൻബാലൻസ് ആയിട്ടുള്ള ഡാറ്റനെ ഒരു ബാലൻസ്ഡ് രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഫീച്ചർ സ്കെയിലിംഗ് ആൻഡ് നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെല്ലാ സെക്ടേഴ്സിലും യൂസ് ചെയ്യും. അതായത് ഹെൽത്ത് കെയർ, ഫിനാൻഷ്യൽ, ഇ-കൊമേഴ്സ് എല്ലാ ഫീൽഡിലും ക്രൂഷ്യലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയറിലാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ടെസ്റ്റ് റിസൾട്ടൊക്കെ അല്ലെങ്കിൽ സിംറ്റംസ് ഇതിൽ നിന്നൊക്കെ ഒരു ഡിറൈവ്ഡ് ഫീച്ചറായിട്ട് യൂസ് ചെയ്യും. എന്നിട്ടാണ് BMI കൗണ്ട് അല്ലെങ്കിൽ റിസ്ക് സ്കോർ ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യുക. ഇനി ഫിനാൻഷ്യൽ സെക്ടറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് എടുത്തിട്ട് പർച്ചേസ് എമൗണ്ട് എന്നൊക്കെ വരുന്നത് നമ്മൾ ഡിറൈവ്ഡ് ഫീച്ചറായിട്ട് എടുക്കും. ഇനി ഇ-കൊമേഴ്സ് ഫീൽഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ നമ്പർ നമ്മൾ എന്ത് ചെയ്യും, റോ മെറ്റീരിയൽ ആയിട്ട് എടുക്കും. ഇനി ഡിറൈവ്ഡ് ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് അതിൻ്റെ കാർട്ടിക്കുള്ള എത്ര വട്ടം കാർട്ടിൽ പോയി നോക്കി, അതേപോലെ ആവറേജ് കാറ്റ് വാല്യൂ, അതേപോലെ ഫ്രീക്വൻസി ഓഫ് ഷോപ്പിംഗ് മോഡൽ, ഇതൊക്കെ ഇ-കൊമേഴ്സിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഫീച്ചർ എഞ്ചിനീയറിംഗ് റിയൽ വേൾഡിൽ മെഷീൻ ലേണിംഗിൻ്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് പറയുന്നത്.
ഇനി ഇതിന് കുറച്ച് ചാലഞ്ചസ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് ഒരിക്കലും ഒരു ഈസി അല്ല. കാരണം ഇത് ടൈം കൺസ്യൂമിങ് കുറേ വേണം, കുറേ ടൈം എടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റിന് 70 to 80% ടൈം വേസ്റ്റ് ആവുന്നത് ഈ ഒരു ഫീച്ചർ എഞ്ചിനീയറിംഗ് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നല്ലൊരു ഡൊമൈൻ നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഫീച്ചർ ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹെൽത്ത് സെക്ടറിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിലോ ആണെങ്കിൽ നമുക്ക് അവരുടെ എക്സ്പേർട്ടിൻ്റെ എന്നുള്ള നല്ലപോലെയുള്ളൊരു ഡാറ്റ അല്ലെങ്കിൽ ഇൻപുട്ടൊക്കെ ഉണ്ടായാൽ മാത്രമേ ഇതൊരു കറക്റ്റ് മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓവർ എഞ്ചിനീയറിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് താങ്ങാൻ പറ്റില്ല, കാരണം ഓവർ ഫിറ്റ് ആവും. അതായത് ഈ മോഡൽ നന്നായിട്ട് ഓവർ ഫിറ്റ് ആവും. പിന്നെ ബിഗ് ഡാറ്റ സെറ്റിൽ നമ്മളൊരു ഫീച്ചർ ഒരിക്കലും എഞ്ചിനീയറിംഗ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഫീച്ചർ എഞ്ചിനീയറിംഗ് ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫീച്ചർ ടൂൾസോ ഓട്ടോ ML പറഞ്ഞിട്ട് 2 ടൂൾസോ ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്ത് ആവും. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് ഇല്ലെങ്കിൽ മോഡലൊന്നും നല്ലപോലെ വർക്ക് ആവുമൊന്നുമില്ല. പിന്നെ ഇത് ബാക്ക് ബോൺ ആണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ആൻഡ്രൂ MG പറഞ്ഞതുപോലെ അപ്ലൈഡ് മെഷീൻ ലേണിംഗ് ഈസ് എ ബേസിക്കലി ഫ്യൂച്ചർ എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഈ മെഷീൻ ലേണിംഗിൽ ഫ്യൂച്ചർ എഞ്ചിനീയറിംഗ് ഒരു ബാക്ക് ബോൺ ആയിട്ടെന്ന് പറയുന്നത്. And a strong foundation in this process, we will guarantee better accuracy for reliable models. Thank you.